ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിനൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായ മാവ്, തേങ്ങ, ഗീ, പിന്നെ ശർക്കര പൊടിച്ചത് വേണം, പിന്നെ വെള്ളം വേണം. മാവിട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉപ്പെല്ലാം നല്ലതുപോലെ ആ മാവിൽ പിടിക്കും. അന്നേരം നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഹോട്ട് വാട്ടർ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഹോട്ട് വാട്ടർ കുറേശ്ശെ നമ്മൾ ഒഴിച്ച് അത് നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കൈ പൊള്ളും കേട്ടോ. സ്വന്തം കൈ കൊണ്ട് ചെയ്യരുത്. നല്ലതുപോലെ സ്പൂൺ വെച്ച് ഇളക്കുക. കുറേശ്ശെ ഈ ചൂടുവെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ചെയ്യുക. അതിന് ശേഷം നമുക്കത് അടച്ചു വെക്കണം. വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ആവശ്യത്തിന് ശർക്കര ഇടുക. ശർക്കര ഇട്ട് അതൊന്ന് കുറച്ചൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അത് മിക്സ് ചെയ്യണം നമ്മൾ. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ, കാഷ്യൂ, 2-3 ഏലക്ക ഇത് നമ്മളിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് അതിലോട്ട് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ നമ്മളതിനെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം വറ്റി വരുന്നത് വരെ അത് നന്നായിട്ട് ചെറുതീയിലിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് അത് അവിടെ ആകും. പിന്നെ നമുക്ക് ആ മാവ് ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒരു ഡോ പരുവത്തിൽ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഷേപ്പിൽ നമുക്കത് ഉരുട്ടിയെടുക്കാം. കാരണം ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് വാഴയില കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ കയ്യിലിങ്ങനെ ഉരുട്ടി ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റൗണ്ടാക്കി ഉള്ളിലൊരു കുഴിയിട്ടു നമ്മൾ നന്നായിട്ട് കുഴിയുണ്ടാക്കി നല്ലപോലെ ഒരു ഷേപ്പാക്കാൻ നോക്കുക. എനിക്കത് ഷേപ്പാക്കാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പാക്കി നല്ലതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് അതിനകത്ത് ഈ ശർക്കരയുടെ കൂട്ട് നമുക്ക് അതിനകത്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള കൂട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ സൈഡെല്ലാം നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. സൈഡൊക്കെ ഒട്ടും കേട്ടോ, നമ്മൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ പതിയെ ഒന്നിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സൈഡ് നന്നായിട്ട് ഒട്ടി വരും. നല്ലതുപോലെ അത് സെക്യൂറാക്കുക. കാരണം നമ്മൾ അതിനകത്തുള്ള ശർക്കരയിൽ നിന്ന് നമ്മൾ ഇത് ചൂടാക്കുമ്പോൾ അത് വെളിയിൽ വരാതിരിക്കാൻ അത് നന്നായിട്ട് ചൂടാക്കി അത് നന്നായിട്ട് നന്നാക്കിയതിന് ശേഷം നല്ലപോലെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത്. ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് 20 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരു കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഷേപ്പൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്